പക്ഷേ 2018 സംഭവിച്ച പ്രളയം ഒരു നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു. 2019 റൂം ഫോർ റിവർ പദ്ധതി നെതർലാൻഡിൽ നടപ്പിലാക്കിയത്. അത് പഠിക്കാനൊക്കെ ആയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നെതർലാൻഡ്സ് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ 2019 നമ്മൾ വലിയ രീതിയിലുള്ള പ്രളയം നേരിട്ടു. ഇപ്പോഴും അന്ന് മുങ്ങിയ സ്ഥലങ്ങൾ വീണ്ടും മുങ്ങിയിരിക്കുകയാണ്. നിരവധി ആളുകൾ ക്യാമ്പിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ കേരളം പഠിച്ചത്? ആരെയാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരാക്കേണ്ടത്? മുൻ സർക്കാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയും ആളുകൾക്ക് ക്യാമ്പിൽ കഴിയേണ്ടി വരുമായിരുന്നോ? എന്താണ് നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ നാടൻ ചായക്കടയിൽ പോയപ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും പറയുന്നതാണ്, ഇത് കഴിഞ്ഞ് ഇതൊക്കെ അവസാനിക്കും മാഷേ, ഇനി നമുക്ക് അടുത്തല്ല സംസാരിക്കാം. അതായത് കേരളം അങ്ങനെ ആയിപ്പോയി. നമ്മൾ എത്ര കാലമായി പറയുന്ന കാര്യമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചല്ല സംസാരിക്കുന്നത്, വലിയ പൊളിറ്റീഷ്യൻസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, വലിയ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ചല്ല. സാധാരണക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമുക്ക് വലിയ ഒരു മലവെള്ളം ഉണ്ടായിരുന്നു. 99 വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ 99 വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് എങ്ങനെയാണോ വെള്ളം സഞ്ചരിച്ചിരുന്നത്, വെള്ളത്തിൻ്റെ റൂട്ട് എന്താണ്, ആ റൂട്ട് തന്നെയാണ് ഇത്. 64 മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ റൂട്ട് എന്താണ് എന്ന് 64 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഈ 99 വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്നത് എനിക്കന്ന് വളരെ പ്രായം കുറവാണ്. എനിക്ക് തോന്നുന്നത് 3 വയസ്സൊക്കെ വല്ല കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിലായിരുന്നു ആ സമയം. വെള്ളം വേലിയാണ്. ആ വേലിയുടെ മുകളിലൊക്കെ ആ ഉയരത്തിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു ഓർമ്മ ശരിക്കുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 64 വെള്ളം എന്ന് പറയുന്നത് എനിക്ക് ഒരു നല്ല ഓർമ്മയുള്ള സമയത്താണ്. അപ്പോൾ ഈ നമ്മൾ 18 പ്രളയം കഴിഞ്ഞ സമയത്ത് എനിക്കൊന്ന് ഏഷ്യാനെറ്റിലെ അന്വേഷണവും മറ്റുമാണ് ഞങ്ങളുടെ പ്രദേശത്ത് വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും കാണുകയും മറ്റുമൊക്കെ ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ പഠിച്ച ഒരു കാര്യം അവർ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ 99 വെള്ളപ്പൊക്കത്തിൻ്റെ റൂട്ടിലൂടെ തന്നെയാണ് ഈ 2018 വെള്ളം ഒഴുകുക എന്നുള്ളത്. അതായത് ഇടുക്കിയിൽ നിന്ന് വെള്ളം ആലുവ വരെ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് പഴയ റൂട്ട് തന്നെയാണ്. വെള്ളത്തിൻ്റെ വഴി മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നല്ലൊരു മഴ വന്നതിൻ്റെ ഇടയിൽ അത് വലിയൊരു പ്രളയമായി മാറുന്നത് എന്നതിന് ഉത്തരം അന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഈ റൂട്ടിൽ മുഴുവനിങ്ങനെ മണ്ണും ചെളിയും നിറഞ്ഞടങ്ങനെ. സർക്കാർ നെതർലാൻഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നാട്ടുകാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ആ റൂട്ട് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലുള്ള മണ്ണ്, ചെളി, കല്ല് മുതലായ സാധനങ്ങളെല്ലാം തോണ്ടി കരയിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ നദിയുടെ ആഴം എന്ന് പറയുന്നത് പെയ്ത്ത് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വലുതാക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പ്രളയങ്ങൾ ഇല്ലാതാകും. ഇതിപ്പോൾ നല്ല കനത്തൊരു മഴ പെയ്ത ഉടനെ പ്രളയമാണ്. കാരണം വെള്ളത്തിന് ഒഴുകിപ്പോകാനായിട്ടുള്ള ചാലില്ല എന്നുള്ളതാണ്, പുഴയില്ല. ഇപ്പോൾ പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് മണ്ണ് വാരി മാറ്റണം. കുറേ കാലമായിട്ട് മണ്ണൊന്നും വാരാൻ പറ്റില്ല. കാരണം മണൽ മാഫിയ, പിന്നെ ഹൈക്കോടതിയുടെ സ്റ്റേ, കിണ്ടി, ഇങ്ങനെയൊക്കെ നടക്കണേ. ഇത് ഒരു കാര്യം പറഞ്ഞ് ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അതല്ല ചെയ്യേണ്ടത്. സർക്കാർ കൃത്യമായിട്ട് ഈ റിവർ റൂട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ തീരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ വെള്ളം ഒഴുകി എവിടെ എത്തുന്നത്? നേരെ എത്തുന്ന കായലിലേക്കാണ്. പഴയ കാലത്ത് കായലിൽ ഉണ്ടായിരുന്ന ചെളി അത് മുഴുവനും വാരി കായൽക്കരയിൽ പരത്തുമായിരുന്നു. നല്ല വേനൽക്കാലത്ത് അത് മുഴുവനും ഉണങ്ങി ചെളിക്കട്ടകളാവും. അത് മുഴുവനും പിന്നീട് ലോറിക്കോ അല്ലെങ്കിൽ മറ്റു വണ്ടികളിലോ വള്ളങ്ങളിൽ കൊണ്ടുപോയിട്ട് ഓരോ പറമ്പിലും അടിച്ച് പറമ്പിൻ്റെ
തെങ്ങ് കൃഷിയാണല്ലോ പ്രധാനമായിട്ട് കേരളം. ആ തെങ്ങിൻ്റെ കടക്കൽ ഈ ചെളിയിടുമായിരുന്നു. ഏറ്റവും നല്ല വളമായിരുന്നു. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ നിലച്ചിട്ട് എത്ര കാലമായി. ഇപ്പോൾ ഒരു പുഴയിലും വെള്ളമില്ല, പകരം എന്താ എക്കൽ നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാളിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആ ചെളിയിൽ പുതഞ്ഞു പോകും. അപ്പോൾ വെള്ളത്തിന് വന്ന് നിൽക്കാനായിട്ട് ഇടം വേണ്ടേ? ഇടമില്ലാത്ത രീതിയിൽ കിഴക്കുന്ന വരുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കായലുകളുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഇത് വർദ്ധിപ്പിക്കേണ്ടതില്ല, കാരണം നാച്ചുറൽ പ്രോസസ്സായിട്ട് എല്ലാ വേനൽക്കാലത്തും ചെളി മുഴുവനും വാരിക്കൊണ്ടു പോകും, മണൽ വാരും. ഇതെല്ലാം പഴയ കാലത്ത് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് നദികൾക്ക് ആഴമുണ്ടായിരുന്നു, അവിടെ ഒരുപാട് വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. കായലുകൾ നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നു. ഇത് ചെയ്താൽ തന്നെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും. നിങ്ങൾ നെതർലാൻഡിലും പോകേണ്ട കാര്യമൊന്നുമില്ലേ? നെതർലാൻഡിൽ അവർ പോയി പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരും അവരെ ചുറ്റിപ്പറ്റി ഉപജീവനം നടത്തുന്നതായിട്ടുള്ള ബ്യൂറോക്രാറ്റുകളും നമ്മുടെ നാടിനെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ വേർതിരിച്ചൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇവന്മാരെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എല്ലാ വർഷവും ഈ ദുരിതം പേറേണ്ടതായിട്ട് വരും. പെട്ടെന്ന് ശക്തിയായിട്ടുള്ള മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ എന്താണ് മറ്റ് ഒരു വലിയ പ്രശ്നം അല്ലേ, പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞില്ലേ? മണ്ണിടിഞ്ഞതിൽ മാധ്യമപ്രവർത്തകർ വരെ ഒലിച്ചുപോയി. അവൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയെന്ന് മാത്രം. നോക്കി നിൽക്കുന്ന സമയത്താണ് ആളുകൾ കൂട്ടമായിട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് അങ്ങനെ തന്നെ മണ്ണിടിഞ്ഞ് വന്ന് അവരെ കൊണ്ട് പോകുന്നത്. ഒരുപാട് ആൾ ഓടി രക്ഷപ്പെട്ടു, ചിലവർ ഓടിയിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ല. അവരാണ് ഈ മണ്ണിലേക്ക് പുതഞ്ഞു പോയത്. പക്ഷെ എന്തോ ഇവരുടെയൊക്കെ ആയുസിൻ്റെ ബലം കൊണ്ട് അവരൊക്കെ തിരിച്ചു വന്നു. അത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ആരാണ് അനുവാദം കൊടുക്കുന്നത്? കുന്നിടിച്ച് നിരത്തി തരിപ്പണമാക്കാനായിട്ട് എല്ലാ അനുവാദവും കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, രാഷ്ട്രീയ നേതാക്കളാണ്. അതിൽ കക്ഷിഭേദമില്ല. 2019 പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി കുറേ ഏതാണ്ട് 23 ദിവസത്തെ യൂറോപ്യൻ ട്രിപ്പാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും ദിവസങ്ങൾ നെതർലാൻഡിൽ സന്ദർശിച്ച് നെതർലാൻഡിലെ ഈ റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാനായിട്ട് അവിടെ ചെന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര രൂപ അതിനായിട്ട് അന്ന് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു എന്നതിൻ്റെ തുകയുടെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പദ്ധതി കൃത്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനായിട്ട് വേണ്ട രീതിയിൽ ഫണ്ട് ഇനിയും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പ്രിലിമിനറി സ്റ്റേജിൽ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത്. നോക്കൂ, ഇത്രയും വർഷങ്ങളായി, ഏതാണ്ട് 7-8 വർഷങ്ങളോളമായി, എന്നിട്ടും ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അന്ന് നെതർലാൻഡ് സന്ദർശിച്ചത്? സംസ്ഥാന ഖജനാവിൽ നിന്ന് നമ്മളൊക്കെ അടക്കുന്ന ടാക്സ് കൊണ്ടാണ് അദ്ദേഹം സന്ദർശിച്ചത്. ആ പൈസയാണ് വിനിയോഗിച്ചത്. അപ്പം അതൊരു നഷ്ടക്കച്ചവടം അല്ലെങ്കിൽ നഷ്ട വിനിയോഗമായിട്ട് മാറിത്തീരുകയല്ലേ? സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആരോപിക്കാം വലിയ അഴിമതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയിരിക്കുന്ന ഒരു സന്ദർശനമാണെന്ന് നമുക്ക് വിലയിരുത്താം. ഇന്ന് പക്ഷേ ഒരുപാട് ആളുകൾ ക്യാമ്പുകളിൽ കഴിയാണ്. അന്ന് എവിടെയൊക്കെ വെള്ളം പൊങ്ങിയോ അതേ സ്ഥലത്ത് വീണ്ടും വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? പ്രത്യേകിച്ചും CPM നേതാക്കൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ സൽക്കാരം അല്ലെങ്കിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പെറ്റിയായിട്ടുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുൻ സർക്കാർ വേണ്ട രീതിയിലുള്ള ജാഗ്രത സ്വീകരിക്കാതിരുന്നത്? അങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകില്ലായിരുന്നു. 10 വർഷമാണ് ഇവർ ഭരിച്ചത്. അപ്പോൾ ആ ഒരു അവരുടെ ജാഗ്രതക്കുറവിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നിലവിലിപ്പം ഈ ഭക്ഷണം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനാവശ്യ വിവാദങ്ങൾ രൂപപ്പെടുന്നു? അല്ല, ഭക്ഷണത്തിൻ്റെ വിഷയങ്ങൾ വേറെ, ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി ചെല്ലണം, അത് മുഖ്യമന്ത്രിയുടെ ജോലിയാണ്. അതിന് ഇൻവെസ്റ്ററെ കണ്ട് പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഇത്തരം വർത്തമാനങ്ങളൊന്നും പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല.
എല്ലാ ആളുകളും ഒരേ അരങ്ങിൽ തുള്ളുന്ന കഥാപാത്രങ്ങളാണ്. പിണറായി ആയാലും സതീശനായാലും ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവർക്ക് ആർക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കണമെന്നോ അത് പൂർത്തീകരിക്കണമെന്നോ താല്പര്യമില്ല. പക്ഷേ ഇത് 2018 പ്രളയത്തിനു ശേഷവും എന്തുകൊണ്ട് വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചില്ല? ഒരു കനത്ത മഴ വരുമ്പം പല സ്ഥലങ്ങളും മുങ്ങുകയാണ്. റൂം ഫോർ റിവർ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴകൾക്ക് അല്ല, ഇത് പുഴകൾ എന്താണ് നമ്മളതിൻ്റെ പ്രളയം ഉണ്ടാകാത്ത രീതിയിൽ കുറെ സ്പേസ് പുഴകളിലേക്ക് രൂപപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഈ റൂം ഫോർ റിവർ പദ്ധതി. നെതർലാൻഡ്സ് ആണ് അതിൽ ഗ്ലോബൽ ബെഞ്ച് മാർക്ക്. അവരത് വിജയിച്ച കാര്യമാണ്. അത് പക്ഷെ ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ആരോപിക്കാലോ, വലിയ അഴിമതിയാണ് അന്നത്തെ ആ സന്ദർശനത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും പറയാലോ. അല്ല, ഇത് അഴിമതിയുടെ പ്രശ്നമല്ല. ഇതൊരു കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ കാര്യം ചെയ്യേണ്ട കാര്യത്തിൽ സർക്കാർ ഒരു പ്രവർത്തനവും നടത്തിയില്ല എന്നുള്ളതാണ്. സന്ദർശനം നടത്തി എന്നല്ലാതെ അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ടുള്ള ഒരു എഫേർട്ടും സർക്കാർ എടുത്തില്ല. പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. കാരണം എന്താണ്, അത് വലിയ തരത്തിൽ ഒരു വിദേശ സന്ദർശനം നടത്താൻ വേണ്ടിയുള്ള ഉപാധി മാത്രമാക്കി മാറ്റി. അതല്ല സംഭവിച്ചത്. അതല്ലാതെ അതുകൊണ്ട് കേരളത്തിൽ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അല്ല, നിലവിൽ ഇപ്പം കേരളം നേരിടുന്ന ഈ ഒരു പ്രളയഭീതി ആരാണ് ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ? അല്ല, പ്രളയം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അല്ല, മുൻ സർക്കാർ തന്നെയാണല്ലോ അതിന്റെ പ്രധാന ഉത്തരവാദി. ഏത് സർക്കാരാണ് ഇതിപ്പോൾ സർക്കാരിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സർക്കാർ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 18-ന് ശേഷം അവിടുത്തെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള വർഷങ്ങളിൽ ആരെങ്കിലും സർക്കാരിനോട് സംസാരിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നിങ്ങളെന്തിനാണ് അവിടെ പോയത്? നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ വല്ലതും ചെയ്തോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ പ്രളയം വന്ന ആളുകൾ മുഴുവനും വെള്ളത്തിലായി. അവരുടെ അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇത്തരം ചോദ്യം ചോദിച്ചിട്ട് എന്താ പ്രസക്തികൾ? ഇത് യഥാർത്ഥത്തിൽ അവിടെ പോയി വന്നതിന് ശേഷം നിരന്തരമായി ചോദിക്കണമായിരുന്നു. ആരെങ്കിലും ഒന്നിലെ പാർട്ടിക്കകത്തുള്ളവർ ചോദിക്കണം, അല്ലെങ്കിൽ പുറത്തുള്ളവർ ചോദിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കണം. ഇതൊന്നും ചോദിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവർക്കത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദൂർത്തായിരുന്നു, ഒരു ടൂറായിരുന്നു. കാരണം ഭാര്യയും മക്കളെയും ഒക്കെ കൂട്ടിയാണല്ലോ പോണത്. അപ്പോൾ ഇത് വലിയ ടൂറാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അപ്പുറം നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പോടുകൂടി കർശനമായിട്ടുള്ള വിമർശനവും സമരവും ഒക്കെ അതിനകത്ത് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പം നമുക്കൊരു പ്രളയം വരുമ്പം പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന മുഖമെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 അശാസ്ത്രീയപരമായ രീതിയിലായിരുന്നു ഡാം തുറന്നു വിട്ടത്. തീർച്ചയായിട്ടും വലിയ തോതിൽ മഴ അന്ന് ഉണ്ടായിരുന്നു, അതൊരു കാരണം തന്നെയാണ്. പക്ഷേ ഈ ഡാം തുറന്നു വിട്ടതിൽ സംഭവിച്ച വീഴ്ച കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചത്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിസ്മരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിരവധി പഠന റിപ്പോർട്ടുകളിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നതേ അതും കൊണ്ട് ഇപ്പം എന്താ പ്രസക്തി ഉള്ളത്? മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നു അന്നത്തേതെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്നു. അപ്പോൾ CPM പറയുന്നു ഇത് മനുഷ്യനിർമ്മിതമായ പ്രളയമാണ്. ഇപ്പോൾ മൊത്തം മനുഷ്യനിർമ്മിതമായ പ്രളയമാണ് കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനത്തിന് മനസ്സിലാക്കാം എന്നല്ലാണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇവരെന്തെങ്കിലും ചെയ്യും എന്ന് ഒരിക്കലും കരുതേണ്ടതില്ലാത്ത രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സഞ്ചാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നാട്ടുകാരുടെ പണമൊക്കെ ഉപയോഗിച്ച് മന്ത്രിയും മുഖ്യമന്ത്രിയും പിന്നെ അതിൻ്റെ അനുബന്ധ കൂട്ടുസംഘങ്ങളൊക്കെ ആയിട്ട് വളരെ സുഖകരമായിട്ട് ജീവിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിലാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘം വേഷം മാറി അടുത്ത സംഘം കയറി, അതിൽ കൂടുതൽ ഇതിനകത്തൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാകുന്നു. കാരണം സത്യസന്ധമായ സമീപനമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആണോ? ഇവരൊക്കെ തമ്മിൽ എന്തൊരു വലിയ സൗഹൃദമാണെന്ന് അറിയാം. കച്ചവടം,
വിദേശത്ത് ഇവരുടെയൊക്കെ മക്കളൊക്കെ കൂടി നടത്തുന്ന എല്ലാ കച്ചവടങ്ങളിലും ഇവരെല്ലാവരും പങ്കാളികളാണല്ലോ. റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാനായിട്ട് നെതർലാൻഡിൽ നടത്തിയ സന്ദർശനം 2019 അന്നത്തെ മുഖ്യമന്ത്രി അത് അനാവശ്യമായിരുന്നു എന്ന് ഈ മഴക്കാലം നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നില്ലേ? ഈ മഴക്കാലം മാത്രമല്ല, അതിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണത്. കാരണം ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ്. ഒന്നും പഠിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഒരു സന്ദർശനം നടത്തി കാര്യങ്ങളൊക്കെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് അവിടം വരെ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത് ചെയ്യണ്ടേ? ഞാൻ പല സ്ഥലത്തും ഈ കായൽ, പ്രത്യേകിച്ച് വൈപ്പിൻ പ്രദേശത്തൊക്കെയുള്ള കായലിൽ ഈ എക്കൽ വന്ന് കൂടിയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിച്ച് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. അവരിങ്ങനെ പല ഘട്ടങ്ങളിലും നിവേദനങ്ങൾ MLA-മാരുടെ അടുത്ത് പോകുന്നു, MP-മാരുടെ അടുത്ത് പോകുന്നു, മന്ത്രിമാരുടെ അടുത്ത് പോകുന്നു. ആരും ഒന്നും ചെയ്യുന്നില്ല. എക്കലൊന്നും നിറഞ്ഞിരിക്കുകയാണ് അവിടെയൊക്കെ, ആ പുഴയിലൊക്കെ. അപ്പോൾ ആ എക്കലൊന്നും നിറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥലത്തല്ല, കേരളത്തിലെ എല്ലാ കായലുകളും അങ്ങനെ ഏതാണ്ട് ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ വാരി, ഈ ചെളി മുഴുവനും വാരി കായലിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഒരു തരത്തിൽ. അതോടൊപ്പം തന്നെ നാട്ടിൽ നിറച്ച് കൈത്തോടുകളാണ് പുഴയകത്തുണ്ടായിരുന്നത്. ആ കൈത്തോടുകളൊക്കെ തന്നെ നികത്തി വെള്ളത്തിന് പോകാനായിട്ട് വഴിയില്ലാത്ത തരത്തിലേക്ക് മാറ്റി. ചെറിയ മഴ പെയ്താൽ തന്നെ ഓരോ പ്രദേശം വെള്ളക്കെട്ടിലാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഗൗരവമായിട്ട് ഒരു സർക്കാരിൻ്റെ 5 വർഷത്തെ കാലം, 5 വർഷമാണല്ലോ ഇനി പീരീഡ്, ആ 5 വർഷക്കാലവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഈ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് തയ്യാറായ ഈ പ്രശ്നം പരിഹരിക്കാവുന്ന നമ്മുടെ അതുപോലെ തന്നെ ഉൾനാടൻ ഗതാഗത സംവിധാനങ്ങളുടെ വളർച്ചയും വികാസവും ഒക്കെ പുതിയ കാലത്തിന് വളരെ കൂടുതൽ ആവശ്യമാണ്. വാട്ടർ മെട്രോ എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ പേരുകൾ ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ കേരളത്തിൽ വ്യാപകമായി നടപ്പിലാക്കാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത്. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വെറും 3 മാസം തികയുന്നേ ഉള്ളൂ. UDF സർക്കാരിന് ഇതിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് മുൻ സർക്കാരുകളുടെ കാണിച്ച, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ജാഗ്രത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾ, ജനങ്ങൾ ക്യാമ്പിൽ കഴിയേണ്ടി വരില്ലായിരുന്നു. അവരുടെ വീടുകൾ തീർച്ചയായിട്ടും മുങ്ങില്ലായിരുന്നു. കൃത്യമായിട്ടുള്ള സംവിധാനം അവർ ഒരുക്കിയിരുന്നില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നെതർലാൻഡ് സന്ദർശനം അനാവശ്യമായിരുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തപരമായിട്ടുള്ള കാര്യങ്ങൾ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഓർത്തു പോകുന്ന ഒരു ആളുടെ പേരാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ ഒരു സർക്കാരും ജാഗ്രത കാണിച്ചില്ല. വെസ്റ്റേൺ ഗഡ്സിനെ 4 എക്കണോമിക് സെൻസിറ്റീവ് സോണായിട്ട് വേർതിരിച്ചുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ നടത്തണം എന്നാണ് അദ്ദേഹം ആ റിപ്പോർട്ടിൽ കൊടുത്തിരുന്നത്. അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ കൃഷി സമ്പ്രദായങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമാണ് എന്ന്. ആ വാക്കുകൾ ഇപ്പോഴും നമ്മൾ ഓരോ പ്രളയകാലത്തും അല്ലെങ്കിൽ മഴക്കാലത്തും ഓർക്കുകയല്ലേ? അല്ലേ? ഇതിൻ്റെ പ്രശ്നം എനിക്ക് എപ്പോഴും തോന്നിയേക്കണത്, ഇപ്പോൾ ഞാനൊക്കെ ജീവിക്കുന്ന കോസ്റ്റൽ റീജിയനിലാണ്. അത് അവർക്ക് ഒരിക്കലും ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ വെള്ളപ്പാച്ചിലോ ഒന്നും കാര്യമായ രീതിയിൽ അവരൊന്നും ബാധിക്കാറില്ല. നമ്മൾ പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നമ്മളുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ ഒരു പ്രശ്നമല്ല ശരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നം എപ്പോഴും വരുന്നത് എവിടെയാണ്? മലയോരങ്ങളിൽ താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ മലയോരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവരാണ് ആ പ്രദേശം കാടായിരുന്നു, അതൊക്കെ വെട്ടിത്തെളിച്ച് അത് ജീവിക്കാൻ പറ്റുന്ന ഭൂമിയാക്കി മാറ്റിയത് അവരാണ്. അപ്പോൾ അവർക്കൊരു വൈകാരികമായിട്ടുള്ള ബന്ധം കൂടി ആ ഭൂമിയോടുണ്ട്. അവർ സാധാരണ രീതിയിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാവില്ല. അവിടെ വീണ്ടും വീണ്ടും പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും താമസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ചെറിയ ചെറിയ വീടുകൾ വെച്ചാൽ അത് കുന്നിനെയും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടാക്കില്ല. പക്ഷേ ഇന്ന് കാടുകളും അതേപോലെ മലഞ്ചെരുവുകളും കുന്നുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ റിസോർട്ട് മാഫിയയുടെ കണ്ണു വീണ പ്രദേശങ്ങൾ. അപ്പോൾ അവർ വലിയ വലിയ കെട്ടിടങ്ങൾ അവിടെ സ്ഥാപിക്കും. ആ കെട്ടിടങ്ങൾ സ്ഥാപിക്കാനായിട്ടുള്ള ലൈസൻസും സൗകര്യമൊക്കെ കൊടുക്കുന്ന ആരാണ്?
അത് സർക്കാർ സംവിധാനവും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ. അങ്ങനെയാണ് കുന്നൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇടിച്ച് നിരത്തി പരുവത്തിലാക്കുക, കോറി പ്രവർത്തിക്കുക. ഇത്തരം കുറേ ആളുകൾ കൂടിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, കേരളത്തെ പ്രളയത്തിൽ മുക്കിക്കൊല്ലുന്നത്. കോറി ഉടമകൾക്കുടെ കയ്യിൽ നിന്നൊഴുകുന്ന നോട്ട് അത് പറ്റാത്തതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വളരെ കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പശ്ചിമഘട്ടത്തെ സമ്പൂർണ്ണമായിട്ട് ഇടിച്ചു നിരത്തി നശിപ്പിക്കുന്നതിൽ കോറി മുതലാളിമാർ, റിസോർട്ട് മാഫിയകൾ, അങ്ങനെയുള്ള വലിയ ഒരു മുതലാളിത്ത സംഘം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂട്ടിക്കൊടുപ്പുകാരെ പോലെ പ്രവർത്തനം നടത്തുന്ന ആളുകളായി രാഷ്ട്രീയ നേതാക്കൾ മാറി എന്നുള്ളതാണ് പ്രശ്നം. ഇതുകൊണ്ട് മിക്കവാറും തന്നെ മലഞ്ചെരിവുകൾ മുഴുവനും വലിയ അപകട മേഖലകളായി മാറിയിരിക്കുക. മഴ പെയ്താൽ ഈ പറയുന്ന ഉരുൾപൊട്ടി ഒലിച്ചു വരികയാണ് ചെയ്യുന്നത്. മണ്ണും കല്ലും ഒക്കെ വന്നിട്ട് അവിടെയൊക്കെ താമസിച്ചിരുന്നതായിട്ടുള്ള മനുഷ്യരെയൊക്കെ തൂത്തുപെറുക്കി തിന്നുകൊണ്ടുപോകും. ഇത് സ്ഥിരം ഏർപ്പാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുഴയുടെയും കായലിൻ്റെയും ഒക്കെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് പതുക്കെ ശമിപ്പിക്കാൻ കഴിയുമെങ്കിലും ഉരുൾപൊട്ടൽ പോലെയുള്ളതായിട്ടുള്ള വൻ ദുരന്തങ്ങൾ, അതുപോലെ തന്നെ കുന്നുകളിൽ നിന്ന് വലിയ രീതിയിൽ മണ്ണൊലിച്ചു വരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ തടയാൻ അതിന് കഴിയില്ല. അതുണ്ടാക്കുന്നത് മനുഷ്യർ തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മനുഷ്യരുടെ ഒടുക്കത്തെ വികസനാർത്തികൾ അത് ഇതിനെല്ലാം തന്നെ തകർത്തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാധവ് ഗാഡ്ഗിലിനെ ഒരു കാലത്ത് ആ സമയങ്ങളിലൊക്കെ ശരിപ്പെടുത്താൻ നടന്ന നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ സംഘം ആളുകളുണ്ട്. പ്രത്യേകിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള പുരോഹിതന്മാരുമൊക്കെ മാധവ് ഗാഡ്ഗിലിനെ അതിശക്തമായിട്ട് എതിർത്തിരുന്ന ശരിപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞാൽ. ഗാഡ്ഗിൽ ഒരു സത്യം പറഞ്ഞു, പക്ഷേ അത് ഉൾക്കൊള്ളാനായിട്ട് ആളുകൾ തയ്യാറായില്ല. പിന്നെ അത് വർഗീയതയുടെ തലത്തിലൊക്കെ ഇങ്ങനെ വളർന്ന് വികസിച്ച് ഒക്കെ നശിപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവരെക്കൂടെ നശിക്കട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യണം?